ഈയിടയ്ക്ക് ചോദിക്കണമെന്ന് കരുതി അത് ആർ.എൽ.വി രാമകൃഷ്ണൻ്റെ ആ ഒരു വിഷയം വന്നപ്പോൾ അതിലൊരു പ്രതികരണം നടത്തിയിരുന്നു. നിറത്തിൻ്റെ പേരിൽ ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണനകൾ അതിൽ പ്രതിഫലിച്ചിരുന്നു. ഈ നിറത്തിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും അവഗണനകൾ സ്വന്തം ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തോ അങ്ങനൊരു മാറ്റി നിർത്തലുകൾ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് കുട്ടിക്കാലം മുതലേ അമ്മ എപ്പോഴും സ്കൂളുകളിലാണെങ്കിൽ പോലും അമ്മ PTA കമ്മിറ്റിയിലും മദർ PTA കമ്മിറ്റിയിലൊക്കെ അമ്മ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. അപ്പം അമ്മ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ മത്സരിച്ച് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയൊക്കെയാണ്. അപ്പം നേരത്തെ മുതലേ അമ്മ എൻ്റെ ഒരു മുൻപിൽ ഒരു വലിയ റോൾ മോഡലാണ്. അപ്പം അമ്മ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെടുത്ത് നമുക്ക് ചിലതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് അത് ക്യാച്ച് ആവും. അപ്പം അമ്മ പോകുന്ന കണ്ട് വളരെ ശക്തമായിട്ട് പോകണം, വളരെ ബോൾഡായിട്ട് ഇടപെടണം, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറയണം, ചില കാര്യങ്ങളിൽ ഇടപെടേണ്ട സ്ഥലത്ത് നമ്മൾ ഇടപെട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളും വളർന്നു വരുന്നത്. അമ്മയും ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് വളർന്ന് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും ഇപ്പോൾ ഒരു ക്യാമ്പ് നടന്നാലും ഞാൻ ഇല്ലാണ്ട് ആ ക്യാമ്പ് സ്കൂൾ ക്യാമ്പ് പോവില്ല. അവിടെ തന്നെ ചെറിയ ക്ലബ്ബ് പ്രവർത്തനങ്ങളൊക്കെ നടന്നാലും അതിനകത്തും നമ്മളുണ്ടാവും. യൂത്ത് ഫെസ്റ്റിവൽ നടന്നാലും നമ്മൾ എവിടെന്നെങ്കിലൊക്കെ അമ്മയോ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തന്ന പാട്ടോ, സ്കൂളിലെ ടീച്ചർ തന്നെ പഠിപ്പിച്ചു തന്ന പാട്ടോ, ഡാൻസൊക്കെ ആയിട്ടോ തിരുവാതിരക്കളിയായിട്ടോ നമ്മൾ അതിനകത്തും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ നമ്മളെ ആർക്കും മാറ്റി നിർത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു ജീവിതത്തിൽ വളർന്നു വരുമ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ചില സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ശാസ്ത്രീയ സംഗീത മത്സരത്തിനോ ഇപ്പോൾ അഷ്ടപതി അങ്ങനത്തെ മത്സരങ്ങൾക്കൊന്നും നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ലളിതഗാനത്തിൽ നമുക്ക് പങ്കെടുക്കാം, ഒപ്പനയിൽ നമുക്ക് പങ്കെടുക്കാം, തിരുവാതിരക്കളിയിൽ നമുക്ക് പങ്കെടുക്കാം, പിന്നെ അതേപോലെ തന്നെ സംഘഗാനത്തിൽ നമുക്ക് പാടാം, ദേശഭക്തി ഗാന മത്സരം, ദേശീയ ഗാന മത്സരം, വന്ദേ മാതരം മത്സരം, ഇതിലൊക്കെ ടീച്ചർമാർ നമ്മളെ സെലക്ട് ചെയ്യും. ഇതൊന്നും അങ്ങനെ കാശ് കൊടുത്ത് പഠിച്ചോ അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടോ വന്ന ഒരു കാര്യം. അപ്പോൾ എൻ്റെയൊക്കെ സ്കൂളിൽ മാനവേദം മാഷ്, അതേപോലെ തന്നെ അജിത ടീച്ചർ, ഒരു ലീല ടീച്ചർ, ഇവരെല്ലാം ഞങ്ങളെ പാട്ട് പഠിപ്പിച്ച ആളുകളാണ് സ്കൂളിൽ. അവരൊക്കെ സ്കൂൾ സർവീസിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ പഠിപ്പിച്ച് തന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക, കാശ് കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾക്കൊക്കെ കാശ് കൊടുക്കാതെ പഠിക്കാൻ പറ്റി എന്നുള്ളതും ടീച്ചർ. പിന്നെ വലിയ രീതിയിൽ അങ്ങനെ ഒരു പാട്ടുകാരിയാകണം അല്ലെങ്കിൽ ഇന്നതാണ് എന്നുള്ളതല്ല, നമുക്ക് അന്നും എല്ലാത്തിലും പങ്കെടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിലും പങ്കെടുക്കുക, എല്ലാത്തിലും ഭാഗമാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പങ്കുചേരുമ്പം നമുക്ക് പൈസ കൊടുത്ത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് ഇതിൻ്റെ അളവുകളോ അതിൻ്റെ ചിട്ടപ്പെടുത്തിയതൊന്നും നമുക്കറിയില്ല എന്നുള്ളത് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ പഠിപ്പിച്ചു തരുന്ന പാട്ടുകളാണെങ്കിലും ഒക്കെ പാടാൻ കഴിയും. അവിടെ പോലും നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രാമകൃഷ്ണേട്ടൻ ചേട്ടൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അത്രയും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അവരെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഇദ്ദേഹമൊക്കെ എത്രയോ ത്യാഗം ചെയ്ത് അതിനെക്കൊണ്ടുള്ള ആഗ്രഹം കൊണ്ട്, കാരണം മണിച്ചേട്ടൻ്റെയൊക്കെ കഥ പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണു നിറയും. മണിച്ചേട്ടൻ്റെ എത്ര ഇൻ്റർവ്യൂ, ഞാനൊക്കെ കുട്ടിക്കാലത്ത് മണിച്ചേട്ടൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കേട്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അടുത്ത വീട്ടിൽ എന്നിട്ട് നോക്കും, അടുത്ത വീട്ടിലാണല്ലോ TV കാണുന്നത്, അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും അത് കാണുന്നുണ്ടോ എന്ന് പോലും ചിന്തിച്ചു. അപ്പോൾ അത്രയൊക്കെ പ്രതിസന്ധിക്കിടയിൽ നിന്നുണ്ട്. മണിച്ചേട്ടൻ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കപ്പയൊക്കെ രാത്രി വിശപ്പ് മാറ്റാൻ ആകെക്കൂടി ഒരു 2-3 കഷ്ണേ ഉണ്ടാവുള്ളൂ, അത് ഞങ്ങൾ പങ്കിട്ട് കഴിച്ച് വിശപ്പ് മാറ്റിയ സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചിടത്ത് നിന്നുകൊണ്ട് ആർ.എൽ.വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന പേരിലേക്ക് അയാൾ ഉയർന്നു വരാൻ അയാളെടുത്തൊരു സ്ട്രഗിളുണ്ട്. അയാൾ ആ നേട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടെടുത്ത ഒരു കഠിനാധ്വാനം അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടാവും. പൈസ ഉണ്ടാവില്ല, സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ അന്നത്തെ കാലത്ത് കിട്ടുന്ന വേദികൾ വളരെ കുറവായിരിക്കും. ഇന്നത്തെ പോലെ ഒത്തിരി പ്ലാറ്റ്ഫോമുകളൊന്നുണ്ട്, പക്ഷെ അന്ന് അത്രയും വേദികളില്ല. അതിൽ നിന്നൊക്കെ
ഒക്കെ ഇത്തരം രീതിയിൽ ഉയർന്നു വന്ന ഒരാളിനെ ഒരു ദിവസത്തിൽ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുക എന്ന് പറയുമ്പം ഒരു കലാകാരി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാരാണെങ്കിലും, അതിനി RLV രാമകൃഷ്ണൻ എന്നുള്ളതല്ല, വേറെ ആരെ പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഈ കലാഭവൻ പറഞ്ഞപ്പോഴാണ് എപ്പോഴും കലാഭവൻ കൂടെയോ കലാഭവൻ മുന്നിലോ പാടാൻ പറ്റിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ നാടകം? ഒരു തവണ ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ എനിക്കൊരു വേദി പങ്കിടാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ അത്? അതെ അതെ, നിലമ്പൂരിൽ ഒരു പാട്ടുത്സവം എന്ന് പറയുന്ന ഒരു വേദിയിൽ മണിച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഉള്ള ദിവസം അദ്ദേഹത്തിന് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു ഭയങ്കര മണിച്ചേട്ടനൊക്കെ ഇങ്ങനെ പാടുമ്പോൾ നമുക്ക് അടുത്തുനിന്ന് കേൾക്കാൻ പറ്റി എന്ന് പറയുന്നത് അന്നൊക്കെ ഒരു നമ്മളെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള. അന്ന് ഏത് പാട്ടായിരുന്നു പാടി? ഇല്ല, മണിച്ചേട്ടൻ ഞാനായിരുന്നു അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ പാടാൻ പറ്റിയോ അന്ന്? ഇല്ലില്ല, മണിച്ചേട്ടൻ ആ ഒരു സമയത്ത് മണിച്ചേട്ടൻ വേദിയിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ മണിച്ചേട്ടൻ ഇങ്ങനെ പാടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മണിച്ചേട്ടനോട് പറഞ്ഞു, മണിച്ചേട്ടാ മിന്നാമിനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റേജിൻ്റെ പുറകിലെത്തി. അപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു മിന്നാമിനുങ്ങോ എന്ന് ചോദിച്ചിട്ട് മണിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അതിൽ രണ്ടാമത്തെ വരി പൊന്നു വീളായുന്ന പാടത്തും നാട്ടിലും എന്ന് പറഞ്ഞ അതിൻ്റെ വരിയുണ്ട്. ഞാൻ ആ വരി ഇങ്ങനെ പാടിയപ്പോൾ മണിച്ചേട്ടൻ അതിൻ്റെ 2 വരി ബാക്കി പാടി. സ്റ്റേജിൻ്റെ പിന്നിൽ, കാരണം മണിച്ചേട്ടൻ വലിയൊരു പ്രോഗ്രാം കഴിഞ്ഞ് പുറകിലേക്ക് ഇറങ്ങി വന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ്.